പണ്ടൊക്കെ ഈ 1ാം ക്ലാസ്സിലൊക്കെ ഈ അക്ഷര പഠനമാണ് ഭാഷാ പഠനം എന്നൊക്കെ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ള അതെ അതെ ഒരു ഇതാണ് നമ്മൾ നടപ്പാക്കുന്നത്. കുട്ടികൾ യാന്ത്രികമായിട്ട് പഠിക്കുന്ന ഒരു സംഗതി അല്ല മൾട്ടിലിംഗ്വലിസം. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ള അതെ അതെ ഒരു ഇതാണ് നമ്മൾ നടപ്പാക്കുന്നത്. അതായത് നമ്മൾ കുട്ടിയെ ജഡ്ജ് ചെയ്യാനോ കുട്ടിയെ വിലയിരുത്തിയിട്ട് കള്ളിതിരിക്കാനോ അല്ല നമ്മളുടെ ഈ അസസ്മെൻ്റ് ടൂള്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ ഡൊമെയിനിലും 5 മേഖലകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അതിൽ ഈ ഓരോ ഇയർ കഴിയുമ്പോഴും കുട്ടി ഇന്ന കാര്യങ്ങൾ നേടിയിരിക്കണം എന്ന് നമ്മളെ കരിക്കുലം കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കുട്ടിക്ക് നേടിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ്. അതിനുള്ളൊരു ടൂളാണ് നമ്മുടെ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് കുട്ടിയെ വിലയിരുത്തിയിട്ട് മാർക്കിടാൻ വേണ്ടിയിട്ടല്ല. ഇത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുക. ഇപ്പോൾ നമ്മൾ യൂണിസെഫിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. അതായത് 3 മുതൽ 4 വയസ്സ് വരെ കുട്ടിക്ക് ഇന്ന കഴിവുകൾ ഉണ്ടായിരിക്കണം. അതേപോലെ 4 മുതൽ 5 വയസ്സ് വരെ കുട്ടികൾക്ക് ഇന്ന സ്കില്ലുകൾ ഉണ്ടായിരിക്കണം. അതേപോലെ 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇന്ന സ്കില്ലുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് LGK കഴിയുന്ന ഒരു കുട്ടിക്ക് ആ പ്രായത്തിൽ, അതായത് 3-4 വയസ്സിൽ കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് എന്ന് ഒരു ചെക്ക് ലിസ്റ്റ് വെച്ച് നമ്മളത് ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരു സാമ്പ്രദായിക പരീക്ഷാ രീതിയല്ല, മറിച്ചത് ടീച്ചർ ഒബ്സർവ് ചെയ്യുന്നു, കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുന്നു, അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ പെർഫോമൻസും, കുട്ടികളുടെ പെർഫോമൻസ് അവരെ എൻകറേജ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. അവരുടെ പെർഫോമൻസ് വിലയിരുത്തി ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ പാരൻസിന് കൊടുക്കും. അതായത് നമ്മളുടെ പാരൻസുമായിട്ടുള്ള ഇൻഡിവിജ്വൽ സെഷൻസാണ്. അപ്പോൾ അതിൽ ഈ പാരൻസിന് കുട്ടികളെക്കുറിച്ച് ടീച്ചറുടെ കൃത്യമായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് കിട്ടുന്നു. അങ്ങനെ ഒരു മ്യൂച്വൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് ഉറപ്പ് വരുത്തുന്നത്. അപ്പോൾ മാഷ് ഈ DQ പ്രീ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്ങിൽ ഒരു 4-5 കൊല്ലത്തോളം തുടർച്ചയായിട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഈ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മാഷക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്? ഈ മേഖലയിൽ ധാരാളം. അതെ അതെ, ഞാൻ കണ്ട ഒരു പ്രത്യേകിച്ച് ആദ്യം അവർ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഒരു 35-36 ദിവസത്തെ ട്രെയിനിങ്, റെസിഡൻഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നതോടുകൂടി ആ ടീച്ചർമാർ ഈ സിസ്റ്റം, കുട്ടികളുമായിട്ടുള്ള ഇടപെടലിൻ്റെ രീതികളും CQവിൻ്റെ സിസ്റ്റമൊക്കെ അവർക്ക് ശരിക്കും ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അത് എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അതാവാം 3 പേര് തമ്മിൽ ഡിസ്കസ് ചെയ്ത് മെച്ചപ്പെടുത്താൻ അവസരം കിട്ടുന്നതോടൊപ്പം തന്നെ എനിക്ക് കണ്ടെത്തിയ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, ഒരു സോണിൽ പല സോണുകളാക്കി തിരിച്ചിട്ട് ഓരോ സോണിലും ഒരു AEമാർ എന്ന് പറയുന്ന ഒരു ട്രെയിനറെ ഇത് വെച്ചിട്ടുണ്ട്, നമ്മൾ OSS ആയിട്ട് വെച്ചിട്ടുണ്ട്, ഓൺ സൈറ്റ് സപ്പോർട്ടായിട്ട്. അതൊരു ഒരു വലിയ സംഭവമാണ്. ഇവിടെ വേറെ എവിടെയെങ്കിലും സംവിധാനത്തിൽ കാണുന്നില്ലത്. എന്തെങ്കിലും നമ്മളുടെ ഒരു കരുത്ത് തന്നെ അതാണ്. നമുക്ക് ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് നമ്മളുടെ ഓരോ ക്ലാസ് റൂമിലും എന്ത് നടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും. കാരണം അതിൻ്റെ ഈ നമുക്ക് ഓരോ പ്രാവശ്യവും OSS റിപ്പോർട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അത് തത്സമയം കിട്ടുന്നതുണ്ട്, ലേറ്റായി കിട്ടേണ്ടത് അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് HQവിന് ഈ ഓരോ ക്ലാസ് റൂമിലും ഇടപെടാൻ നേരിട്ട് ബന്ധമുണ്ട്. അതൊരു വലിയ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒരു പ്രത്യേകത കണ്ടത്, ഇവരുടെ കുട്ടികൾക്ക് ധാരാളം കളികളിലൊക്കെ ഏർപ്പെടാനുള്ള ഈ പോണ്ടുകളുണ്ട്, 3 പോണ്ടുകളുണ്ട്. അതിലൊന്ന് മണൽ അല്ലേ, ഒന്ന് വാട്ടർ. അത് കുട്ടികൾ, ഞാൻ കണ്ട സ്കൂളുകളിലൊക്കെ കുട്ടികളെല്ലാം അതിനകത്ത് പോയിട്ട് വല്ലാതെ എൻഗേജ് ചെയ്യുന്നു, നന്നായിട്ട് അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ട് കുട്ടികളുടെ എല്ലാ സ്കില്ലുകളും പ്രീ റൈറ്റിങ്ങിന് വേണ്ട ഈ ഫൈൻ മോട്ടോർ സ്കില്ല് കംപ്ലീറ്റ് ഇതിൽ ഡെവലപ്പ് ചെയ്തു. ക്ലേ കൊണ്ട് പല രൂപങ്ങൾ ഉണ്ടാക്കുന്നു, അത് കുഴക്കുന്നു. ഇനിയിപ്പോൾ നീഡിങ് നന്നായിട്ട് നടക്കുന്നു. അതുപോലെ വെള്ളം എടുത്തിട്ട് കുപ്പിയിൽ നിറക്കുന്നു. ഈ ഐ ഹാൻഡ് കോർഡിനേഷൻ വളരെ നന്നായിട്ട് അതൊക്കെ പെർഫെക്റ്റായി വരും. അത് വേറെ എവിടെയെങ്കിലും ഒരു സിസ്റ്റത്തിൽ എവിടെയും കാണാത്തൊരു സംഗതിയാണ്. വളരെ മനോഹരമായ ഒരു സംഗതിയാണെന്നുള്ളത്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ബുക്ക് വർക്കിനൊക്കെ മലയാളത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മൾ കൂടി പങ്കെടുത്തുകൊണ്ടാണ് തയ്യാറാക്കിയത്. അപ്പോൾ അതിനകത്ത് മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പറയുകയാണെങ്കിൽ, ഈ കുട്ടി ഈ CQവിൽ കഴിയുമ്പോൾ തന്നെ 1 മുതൽ 100 വരെ എഴുതാൻ പഠിക്കുക, എണ്ണാൻ പഠിക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് മാത്തമാറ്റിക്സ് പഠിക്കുന്നതിലേക്കുള്ള യുക്തിപരമായി മാത്സ് പഠിക്കുന്ന പ്രോബ്ലം സോൾവിങ് അത് ഒരുപാട് സ്കില്ലുകൾ. അത് തന്നെ ക്ലാസ് റൂമിലും ആ രീതിയിലാണ്. ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത്
അവസാനം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതെ അതെ. കോൺസെപ്റ്റ് കംപ്ലീറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി ടെക്സ്റ്റ് ബുക്കിലേക്കും വർക്ക് ബുക്കിലേക്കും വരുന്നത്. ഇപ്പോൾ ഈ ഓരോ ക്ലാസ്സിലേക്ക് ഇപ്പോൾ LCQയിലേക്കുള്ള ഗണിതാശയം എന്ന് പറയുന്നത് നിശ്ചയിച്ചിട്ടുണ്ട്, MCQയിലേക്കുള്ളതും ഗണിതാശയങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് കുട്ടി പഠിക്കേണ്ട കണക്കിൽ എഴുതാനും അല്ല, മറിച്ച് ഓരോ ഗണിതാശയങ്ങളാണ് പഠിക്കേണ്ടത്. അതെല്ലാം കൃത്യമായി നിശ്ചയിച്ചിട്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ടീച്ചേഴ്സിന് അറിയാം, ഞാൻ ട്രെയിനിങ്ങിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ യാന്ത്രികമായിട്ട് പഠിക്കുന്ന ഒരു സംഗതി അല്ല ഗണിതം. ഭാഷയിലും അത് തന്നെയാണ്. ഇപ്പം മലയാളത്തിൻ്റെ നമ്മളെ ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കുന്നതാണല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു NCF മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്, മൾട്ടി ലിംഗ്വലിസം, ബഹുഭാഷാ സമീപനം ആണത്. ഇത് നമ്മൾ CQ തുടങ്ങിയ കാലം മുതലേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന സംഗതിയാണ്. ഈ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് എത്ര ഭാഷ പഠിക്കാൻ കഴിയും എന്നുള്ളത് ഒക്കെ ഒരു തർക്ക വിഷയമാണ്. അപ്പോൾ എത്ര കൂടുതൽ ഭാഷ പഠിക്കുന്നു അത്ര നന്നായി ബുദ്ധി വികസിക്കും എന്നുള്ളതാണ് സൈക്കോളജിസ്റ്റുകളുടെ ഒരു കണ്ടെത്തൽ. അപ്പോൾ നമ്മളിവിടെ ത്രിഭാഷാ പദ്ധതി എന്നുള്ളത്, ഇപ്പം നമ്മൾ I+ UCക്കിലെത്തുമ്പോൾ ഹിന്ദി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ്, അതുപോലെ മാതൃഭാഷ, കേരളത്തിലാകുമ്പോൾ മലയാളം, കർണാടകത്തിലാകുമ്പോൾ കന്നഡ വരുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളാണെങ്കിൽ ഹിന്ദിയോ ഉറുദു അല്ലെങ്കിൽ തമിഴ് ഇതൊക്കെ വരും. അപ്പോൾ മാതൃഭാഷയും അറബിയും ഹിന്ദിയും പിന്നെ ഇംഗ്ലീഷും, ഇത് ഈ എല്ലാ ഭാഷക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഈ അക്ഷര പഠനമല്ല, ആശയത്തിൽ നിന്ന് അക്ഷരങ്ങളിലേക്ക് എന്നുള്ള ഒരു സമീപനമാണ്. അതെ, ഈ പണ്ടൊക്കെ ഈ 1ാം ക്ലാസ്സിലൊക്കെ ഈ അക്ഷര പഠനമാണ് ഭാഷാ പഠനം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അക്ഷര പഠനമല്ല, ശരിക്കും ഭാഷാ പഠനം. ഭാഷയെ ഉപയോഗിച്ച് ഡിസ്കോഴ്സിൽ നിന്ന് പിന്നെ സെൻറ്റൻസിലേക്കും, സെൻറ്റൻസിൽ നിന്ന് വേർഡ്സിലേക്കും, വേർഡ്സിൽ നിന്ന് ലെറ്റേഴ്സിലേക്കും വരുന്ന ക്രമം തന്നെയാണ് എല്ലാ ഭാഷകൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു മികവ് നമ്മൾ ക്ലാസ്സിൽ കാണുന്നത്, കുട്ടികൾ ഒരേ ഈണത്തിൽ ഒരേ അനായാസമായിട്ട് അറബി സംസാരിക്കുന്നു, ഇംഗ്ലീഷും സംസാരിക്കുന്നു, സ്വന്തം ഭാഷ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു നാച്ചുറൽ രീതിയിൽ ലാംഗ്വേജ് കിട്ടുന്നു. എഴുത്തിലേക്കൊക്കെ പിന്നീടാണ്, ഇത് പഠിച്ചതിന് ശേഷമാണ് അവർ എഴുത്തിലേക്ക്. അതായത് കുട്ടി പഠിക്കുകയാണെന്ന് വിചാരിച്ചിട്ടല്ല പഠിക്കുന്നത്, കുട്ടി പഠിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കി കൊടുക്കാൻ CQന് കഴിയുന്നുണ്ടെന്നാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കുട്ടികൾക്ക് ഭാഷാ പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ.